ഹായ്, ഫാമിലി ടീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സാധാരണ കഷ്ണം മീനൊക്കെ വാങ്ങുന്ന സമയത്ത്, വലിയ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തലയൊക്കെ പീസായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വലിയ വലിയ പീസുകളായിരിക്കും. അപ്പോൾ അത് നമുക്ക് കറി വെച്ചെടുക്കാം. അത് മാത്രമായിട്ട് കറി വെച്ചെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിയിൽ ഇതുപോലെ എണ്ണ നന്നാക്കി ചൂടാക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുക. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അധികം വലിയൊരു ഉള്ളിയാണെന്നുണ്ടെങ്കിൽ, സവാളയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസാക്കി എടുക്കുക. അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചിട്ടുള്ളൊരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ്സും അതുപോലെ വലിയ ഉള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരേ ചൂട് വന്നു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പൊടികളിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി അരപ്പിൽ നമുക്ക് കാന്താരിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മുടെ പുളിവെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ അരപ്പും ഈ ഒരു പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീനിൻ്റെ പീസുകൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധാരണ ഈ കറി നമുക്ക് ചോറിലേക്കും അതുപോലെ പിറ്റേ ദിവസം പുട്ടിൽ അതുപോലെ ഇടിയപ്പത്തിലേക്കൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കഷ്ണമിട്ട് നമുക്കൊരു 15 മിനിറ്റോളം നമ്മളത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. സാധാരണ ഈ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കളയാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.